അതുകൊണ്ട് പുറത്തുള്ളവർക്ക് ഇവരെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇവരെ വീക്ഷിച്ചപ്പോൾ ഇസ്ലാമിനെതിരിൽ ഒരു കടുകുമണിയോളം വിമർശനം ഉയർത്താൻ പറ്റാത്ത വിധം ഇവരുടെ ജീവിതം സംശുദ്ധവും പരിശുദ്ധവും ആയിരുന്നു. കാലങ്ങൾ പിന്നിട്ട് വന്നു, പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വന്നു. അതെല്ലാം ഇസ്ലാമിന്റെ ലേബലിൽ തന്നെ വരികയും ചെയ്തപ്പോൾ അവരുടെ നയങ്ങളും നിലപാടുകളും പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും അവർ പറയുന്നതും അവർ ചെയ്യുന്നതിൽ നിന്നും ഒക്കെ വ്യക്തമായപ്പോ ഇവർ പറയുന്ന ഇസ്ലാം ഒരിക്കലും ശരിയല്ലെന്നും അതുകൊണ്ട് മുസ്ലിങ്ങൾ നാശകാരികളാണെന്നും അവരെന്നെങ്കിൽ പറഞ്ഞവരെ കുറ്റപ്പെടുത്താൻ നിർവാഹമില്ല. ഇതിനു കാരണം യഥാർത്ഥ ഇസ്ലാമിന്റെ തനതായ വഴിയിൽ നിന്ന് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം തെന്നിപ്പോയതാണ്. ആ വിഭാഗം ആരാണെന്ന് പരിശോധിച്ചാൽ എവിടെയും നമുക്ക് കാണാൻ കഴിയും, അത് പുത്തൻ ആശയക്കാരാണ്. പ്രത്യേകിച്ച് സലഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. എവിടെയൊക്കെ നടന്ന ഭീകര പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോപിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കൂലങ്കഷമായ അന്വേഷണം നടത്തിയപ്പോൾ അതിന്റെ ആളുകൾ വക്താക്കൾ ഈ സലഫികളോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരോ ആണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല, വലിയ ഉന്നത രാഷ്ട്ര തലവന്മാർ തന്നെ ഇക്കാര്യം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഇസ്ലാം? ഇവർ പറയുന്നതാണോ ഇസ്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന മഹത്തുക്കളായ സ്വഹാബ, അവർ ശേഷം വന്ന സ്വഹാബത്തിന്റെ തൊട്ടടുത്ത തലമുറക്കാരായ താബിഈകൾ, അവരെല്ലാം കാണിച്ചു കൊടുത്ത ഇസ്ലാമിൽ നിന്ന് എവിടൊക്കെയാണ് ഈ പുത്തൻ കൂട്ടർ തെറ്റിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കൽ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ വിശ്വാസങ്ങൾ എന്ത്, അതിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ മുൻകാല പണ്ഡിതന്മാരുടെ വാക്കുകളും ചരിത്രപരമായ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അരമണിക്കൂർ ആയി തുടരെ ഈ പ്രഭാഷണം ഉണ്ടാകും. എല്ലാവരും സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇസ്ലാമിക് മീഡിയ മിഷൻ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക സംരംഭമായി നിരന്തരമായി പ്രസക്ത വിഷയങ്ങളിൽ ക്ലാസുകൾ ഇന്നു മുതൽ തുടർന്ന് നടക്കുന്നതായിരിക്കും. പ്രധാന ബന്ധുക്കൾ ഇതിനോട് പൂർണ്ണമായും സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരെയും അറിയിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. പ്രസ്ഥാനത്തെ നാം പൂർണ്ണമായി ഉൾക്കൊണ്ട് പഠിച്ചെങ്കിലേ വിമർശനങ്ങളിൽ നിന്ന് നമുക്ക് മുക്തമാകാനും ഇസ്ലാമിന്റെ യാഥാർത്ഥ രൂപം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കഴിയുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സംരംഭത്തോട് എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസിന്റെ ലൈവിന്റെ ഉദ്ഘാടനം മുകൾ ഉസ്താദ് ചെയ്തു തന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉസ്താദ് പറഞ്ഞു കേട്ടില്ല എല്ലാവരും. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും ഷെഡ്യൂളായിട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കാവുന്ന ഉസ്താദ് ബാക്കി മൗലൂദ് ചൊല്ലിക്കോളെ. ഇൻഷാ അല്ലാഹ് ഇനി നേതാക്കന്മാരുടെ വേക്കിൽ വരുമല്ലോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്മൻ മുട്ടന്നൂർ പുറത്തൊരു ഉസ്താദാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ മൈക്ക് വിട്ടത്. ഉസ്താദ് മൈക്ക് വേണമെങ്കിൽ എടുത്തോളി. പൂർത്തിയാക്കട്ടെ, വൈത്ത് പൂർത്തിയാക്കിയോട്ടെ. ഓക്കെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. أوصافه ما ينتهي تعدادها فالمدح يقصر عن بلوغ المقصد. مولاي صل وسلم دائما أبدا